ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും മികച്ച പോളിംഗ്. 6 മണിവരെ 65%-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ. ജാതി പറഞ്ഞ ദേശസ്നേഹം തകർക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. BJP ഭരണഘടനയെ ആക്രമിക്കുകയാണ് എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ജമ്മു കശ്മീരിൽ 10 വർഷത്തിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും മെച്ചപ്പെട്ട പോളിംഗ്. രാവിലെ 7 മണിക്കാണ് പോളിംഗ് തുടങ്ങിയത്. ജമ്മുവിലും കശ്മീരിലുമായി സ്ത്രീ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകളടക്കം 5060 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചു. അവസാന ഘട്ടത്തിൽ 39 ലക്ഷം വോട്ടർമാരാണുള്ളത്. 415 സ്ഥാനാർത്ഥികൾ. ജമ്മുവിലെ 24 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 40 മണ്ഡലങ്ങളിലായിരുന്നു അവസാന ഘട്ടം. ആദ്യ മണിക്കൂറുകളിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഉദ്ധംപൂരിലാണ്. കുറഞ്ഞ പോളിംഗ് ബാരാമുള്ളയിലും. ശക്തമായ സർക്കാരാണ് ജമ്മുകശ്മീരിന് വേണ്ടതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ഒക്ടോബർ 8-നാണ് ഫലപ്രഖ്യാപനം. അതിനിടെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി രംഗത്തെത്തി. കോൺഗ്രസ് രാജ്യത്തിന്റെയും പൗരന്മാരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഭിന്നതകൾ പ്രചരിപ്പിച്ച് ദേശസ്നേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി. मैं आपको बताता हूं कि आखिरकार कांग्रेस को ये सपने देखने की हिम्मत कहां से आती है। दरअसल कांग्रेस को लगता है कि भाजपा के समर्थकों ये सारे देशभक्ति से भरे हुए लोग हैं. BJP ഭരണഘടനയെ തകർക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വ്യവസായികൾക്ക് കോടികൾ നൽകുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. आज क्या है रेट गैस सिलेंडर का 1200. मोदी जी भाषण में कहते हैं कि मेरी सरकार में 1200 रुपए का रेट हो गया है. नहीं कहते. हमारी सरकार आएगी, लिख के ले लो, 1200 रुपए वाला सिलेंडर 500 रुपए का आपको मिलेगा. തെരഞ്ഞെടുപ്പെടുത്ത ഹരിയാനയിൽ രാഹുൽ ഗാന്ധിയുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന പര്യടനം തുടരുകയാണ്. വോട്ടുറപ്പിക്കാൻ BJPക്കായി മുതിർന്ന നേതാക്കളും ഹരിയാനയിൽ എത്തിയിട്ടുണ്ട്. 24 ഡൽഹി.